വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റിലേക്ക് കൂടി പറഞ്ഞു തന്നാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച് കിണ്ടിയിൽ വെള്ളം കിണറിന്നാണ് കേട്ടോ എടുത്തിട്ട് കിണ്ടിയിൽ വെള്ളം വെക്കുക. അത് നമ്മൾ പണ്ട് കാലത്തെ ശീലമാണ്. അങ്ങനെ എൻ്റെ വീട്ടിൽ പണ്ടേ അങ്ങനെ കിണറിന്ന് എടുത്തിട്ട് വെക്കുന്നതാണ് രാവിലെ എണീറ്റിട്ട്. അപ്പോൾ അതിന് ശേഷം ചന്ദനത്തിരി എടുത്തിട്ടില്ലേ, ഇവിടെ അടുക്കളയിൽ കുറച്ച് അങ്ങനെ ഒന്ന് കത്തിച്ച് വെച്ചാലില്ലേ നമുക്കതൊരു നല്ലൊരു മണമല്ലേ. അപ്പോൾ എന്തോ ഒരു അതെനിക്കൊരു ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയെല്ലാം കത്തിച്ച് വെച്ചതിന് ശേഷം ഞാൻ ചായക്കെല്ലാം വെള്ളം വെച്ച് അത് പാലെല്ലാം ഒഴിച്ച് തിളച്ചിട്ടാ. അങ്ങനെ ചായക്ക് ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചായ ആവുന്നതിന് മുമ്പിലേ ഞാനിപ്പോൾ എപ്പോഴല്ല കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഒരു മാസമായിട്ടുണ്ടാവും ഒരു കപ്പ് വെള്ളം ഇങ്ങനെ കുടിക്കുക. അപ്പോൾ ഞാൻ ഈ ഡിസ്കിൻ്റെ പ്രശ്നമുള്ള ഒരാളാണ്. അപ്പോൾ എന്നോട് പിന്നെ ഡോക്ടർ പറഞ്ഞ ഗുളിക ഉണ്ട്, ഇപ്പോൾ ഒരുപാട് ഗുളികയുണ്ട്. അപ്പോൾ രാവിലെ ഈ രാത്രിയെല്ലാം ഗുളിക തിന്നിട്ട് കിടക്കുന്നത് കാരണം രാവിലെ എണീറ്റിട്ട് ഒരു കപ്പ് വെള്ളം കുടിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ രാവിലെ എണീറ്റിട്ട് ഒരു കപ്പ് വെള്ളം കുടിക്കും കേട്ടോ. അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ചായ കുടിക്കൽ. ചായ വേണം, എന്തായാലും നിർബന്ധമാണ് ചായ കേട്ടോ രാവിലെ എണീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ആദ്യമെല്ലാം വെള്ളം കുടിക്കുമ്പോൾ ഇങ്ങനെ എന്തോ ഛർദ്ദിക്കാൻ വരുന്ന പോലെ ആയിരുന്നു. അപ്പോൾ ഇപ്പം അത് ശീലമായി കേട്ടോ. അത് കുടിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഈ ഗുളികയെല്ലാം തിന്ന് കിടന്നാലില്ലേ അത് വയറിൽ നല്ലതാണെന്ന് പിറ്റേന്ന് രാവിലെ എണീറ്റ് വെള്ളം കുടിച്ചാലെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നരച്ച ദോശയില്ലേ, രാവിലെ പച്ചരി, തേങ്ങ, കുഞ്ഞുള്ളിയില്ലേ അത്, പിന്നെ കുറച്ച് ചോറ് എല്ലാം ഇട്ടിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കലാന്ന്. പച്ചരി നന്നായിട്ട് കഴുകി എടുത്തിട്ട് മിക്സിയിലേക്ക് ഇട്ട് പിന്നെ ഒരു 3-4 കുഞ്ഞുള്ളി ഞാൻ ചേർക്കും. ആ ഉള്ളിയുടെ ഒരു ടേസ്റ്റ് നല്ല രസമാണ്. അന്നരച്ച ദോശക്ക് തലേന്ന് അരച്ച് വെക്കുമ്പോൾ അതിനൊരു ചെറിയൊരു സ്മെല്ലെല്ലാം വരും. ഇന്ന് തന്നെ രാവിലെ തന്നെ അരക്കുമ്പോലെ നല്ലൊരു ടേസ്റ്റാണ്, ഇളം മധുരമെല്ലാം ഉണ്ടാവട്ടെ ആ ദോശക്ക്. അപ്പോൾ ഇതാ 3-4 കുഞ്ഞുള്ളി ഞാൻ ഇങ്ങനെ പൊളിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതിന് ഇപ്പോൾ എളുപ്പമല്ല എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ചോറും ഇട്ട് കുറച്ച് ഉപ്പും കുറച്ച് തേങ്ങയും ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് വരെ. അരിയെല്ലാം അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളിൽ മക്കൾക്ക് ഉച്ചക്കേ പോകണ്ടേ. എനിക്ക് 3 കുട്ടികളാണ്, ഒരു മോനും രണ്ടാമത്തേത് ഇരട്ട കുട്ടികളാണ്, പെൺകുട്ടികൾ. അങ്ങനെ 3 കുട്ടികളാണ് കേട്ടോ. മോന് ബിടെക്കെല്ലാം കഴിഞ്ഞ് കുറച്ച് വലിയ കുട്ടിയായി, അവർ തമ്മിൽ 10 വയസ്സിന് മാറ്റമുണ്ട്. അങ്ങനെ മോന് ബിടെക്ക് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ജോലി ദുബായിൽ ശരിയായിട്ട് അങ്ങനെ അവിടെ പോയിട്ടുണ്ട്, അബുദാബിയിലാണ്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ഒരു പ്രശ്നം നടക്കുന്ന ഇതായതുകൊണ്ട് ഭയങ്കര വിഷമമാണ്. എന്നാലും മോനെപ്പോൾ വിളിക്കും, രാവിലെയും ഉച്ചക്കും രാത്രിയെല്ലാം വിളിച്ചിട്ട് ഒന്നുമില്ലമ്മേ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കതൊരു സമാധാനം. നിൽക്കുന്നിടത്തൊന്നും അങ്ങനെ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ദോശക്കിലെ മാവെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ വെള്ളം കുടിച്ചുകൊണ്ടില്ലേ, രാവിലെ ഉറങ്ങിയിട്ടാടും കുറച്ച് വെള്ളം കുടിച്ചുകൊണ്ട് കുറച്ച് വൈകിട്ടാണ് ചായ കുടിക്കുന്നത്. വിനോദാട്ട രാവിലെ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് വാഴക്കെല്ലാം വെള്ളം ഒഴിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചായ കുടിക്കട്ടെ, ഇനി ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് കുടിക്കാൻ നോക്കലാന്ന്. ചൂടൊന്നും പോയിട്ടൊന്നുമില്ലേ, നല്ല പുക പറന്ന ചായ തന്നെ. ഇപ്പോൾ ദോശക്കല്ലെല്ലാം അടുപ്പിൽ വെച്ചിട്ട് ദോശ ചുടാൻ വേണ്ടിയിട്ട് നോക്കലാണ് കേട്ടോ. നല്ല ഇരുമ്പിൻ്റെ ദോശക്കല്ല് തന്നെ വാഴക്കയ്യെല്ലാം മുറിച്ച് നല്ല ആട്ടിയ എണ്ണയില്ലേ നമ്മളെന്നാക്കി ആ എണ്ണ ഇലയിൽ ഇങ്ങനെ ഉരക്കുമ്പില്ല നമ്മളെ പഴയ ഒരു അമ്മ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ദോശ ചുടുന്ന അമ്മയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഈ ദോശക്കല്ലിൽ. അടുപ്പിലും കൂടി ആകുമ്പോൾ ഞാൻ ഇടയ്ക്ക് അടുപ്പിലുണ്ടാക്കലുണ്ട്. അടുപ്പിലും കൂടി ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ആ ഒരു മണമില്ലേ നമുക്ക് ആ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ഓരോ വീട്ടുമുറ്റത്തിൻ്റെ സൈഡിലേക്ക് കൂടിയാണ് നമ്മൾ സ്കൂളിൽ പോകേണ്ട വഴി. അന്നേരം അങ്ങനെ വീട്ടിൽ അടുക്കള വശത്തേ പോകുമ്പോഴേ അങ്ങനെ ആ ഒരു മണം നമുക്ക് ഓർമ്മ വരും. ഓരോ സമയത്ത് ഓരോ പലഹാരവും ഓരോ കറികൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഓരോ ദിക്കിലേക്ക് നമ്മൾ എത്തിക്കും അല്ലേ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ദോശയെല്ലാം ചുട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചമ്മന്തി അരക്കാൻ നോക്കലാന്ന്. തേങ്ങയും കുഞ്ഞുള്ളിയാണ് എടുത്തിന്.
അപ്പോൾ പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയെല്ലാം ഇട്ടിട്ട് ഇതിൽ ഒരു സ്പൂണ് തൈര് ഒഴിച്ചിട്ട് അരച്ചാൽ ഭയങ്കര ടേസ്റ്റായിട്ട് ഈ ദോശക്ക്. അപ്പോൾ ഇവിടെ തൈര് ഇല്ലാത്തതുകൊണ്ട് ഞാനിന്ന് ഒഴിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് കട്ടിക്ക് തന്നെ അരച്ചെടുത്തിട്ട് അതിലേക്ക് കടുവും ചുവന്ന മുളകെല്ലാം വറുത്തിട്ടിട്ട് ആണ് ആ ദോശക്ക്. അപ്പോൾ മക്കൾക്കൊന്നും ഇന്ന് സ്കൂളില്ലല്ലോ. അപ്പോൾ സ്കൂളുണ്ട്, ഉച്ചക്ക് 1:30 പരീക്ഷ കേട്ടാ. ഇപ്പോൾ എക്സാമിൻ്റെ സമയമല്ലേ, എത്ര വേഗം ഒരു വർഷം പോയത്. അപ്പോൾ ഇതാ ദോശയെല്ലാം ചുട്ടിട്ടുണ്ട്. അത് നമ്മൾക്ക് ആവശ്യത്തിന് അന്നേരം ചൂടലാന്ന് കേട്ടോ. വിനോദേട്ടനെല്ലാം ചൂടോടെയാണ് ഇഷ്ടം. അപ്പോൾ കണ്ട എൻ്റെ നമ്മളെ പൂച്ച, എനിക്ക് ആദ്യമല്ലേ ഞാൻ ഇങ്ങനെ തൊടാനെല്ലാം പേടിയാണ്. ഇപ്പോൾ കുറേ ഇങ്ങനെ ഒരു 2-3 വർഷമായി നമ്മളെടുത്ത് തന്നെ ഈ പൂച്ച കേട്ടാ. ഇടുന്ന വന്നതാണ്. ഉള്ളിലൊന്നും കയറൂല, പുറത്ത് തന്നെ ഇങ്ങനെ നിൽക്കൽ. അത് പുറത്ത് ഭക്ഷണം ഇട്ട് കൊടുത്താൽ ഇങ്ങനെ തിന്നോളും. മീൻ കൊണ്ട് കൊടുത്താലും മുറിച്ചതിൻ്റെ തലയിലും എല്ലാം കൊടുത്തത് അങ്ങനെ കൊടുക്കുന്നതായിട്ടാന്ന് തോന്നുന്നത്. എന്നെയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ തടി കൊടുക്കാൻ വേണ്ടിയിട്ട് അത് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. എൻ്റെ ചെരുപ്പിൻ്റെ ഒച്ച കേട്ടപ്പോൾ ഒന്ന് അനങ്ങിയിട്ട് നോക്കിയിട്ട് അവിടെ തന്നെ ഉറങ്ങി. അപ്പോൾ ഇങ്ങനെ ഈ നമ്മളൊന്നും ചെയ്യൂല എന്നില്ല തോന്നുന്നവരടുത്ത് ഇങ്ങനെ അനങ്ങാണ്ട് കിടക്കുമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്ക് നല്ല ധൈര്യമാണെന്ന്, അങ്ങനെ പരിചയമുള്ളവരടുത്ത് അത് അങ്ങനെ നല്ല ധൈര്യത്തിൽ ഉറങ്ങുന്നതെന്ന്. അപ്പം പൂച്ചയോടെല്ലാം കുറച്ചൊന്ന് അതിനെല്ലാം തടി കൊടുത്തതിന് ശേഷമില്ലേ കയ്യെല്ലാം കഴുകിയിട്ട് വൃത്തിക്ക് കഴുകോട്ടാ. അങ്ങനെ അരി ഇടാൻ വേണ്ടിയിട്ട് അടുപ്പ് കത്തിച്ചിട്ട് വെള്ളമെല്ലാം വെച്ചിട്ട് മൺകലത്തിൽ വെള്ളമെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ തന്നെയാണ് ചോറാക്കൽ. കുറേ റബ്ബറിൻ്റെ വിറകുണ്ട് കേട്ടോ. അങ്ങനെ അരിക്ക് വെള്ളമെല്ലാം വെച്ചു. അതിന് ശേഷം ഞാൻ ദോശ എടുത്തിട്ട് തിന്നാൻ വേണ്ടി നോക്കലാന്നേ. ഒരു ദോശ ചുരുണ്ട് പോയി, അതാണ് അടുത്ത ആ കുഞ്ഞ പ്ലേറ്റിൽ കാണുന്നിട്ട. അപ്പോൾ 2 ദോശ എടുത്തിട്ട് കുറച്ച് ചമ്മന്തി വെച്ചിട്ട് തിന്നട്ടെ. അപ്പോൾ അവരെല്ലാം കഴിച്ചോട്ടെ, മക്കളും വിനോദേട്ടനെല്ലാം കഴിച്ചേ. എന്തൊരു ദാഹമാണ്, ഭയങ്കര ചൂടല്ലേ ഇപ്പം. അപ്പോൾ കുറേ വെള്ളം കുടിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ വെള്ളം കുടിക്കുന്നുണ്ട്. ഇത് നല്ല രസമുണ്ട് കേട്ടോ. അന്നന്ന് അരച്ച ദോശയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഉള്ളിയും തേങ്ങയും മറ്റേ എന്താ പറയുക നമ്മളെ ചോറും അങ്ങനെ ഉപ്പും പഞ്ചസാരയും എല്ലാം കൂടി മിക്സാക്കിയിട്ട് ഞാൻ അരക്കൽ. അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വിനോദേട്ടനെല്ലാം കറി വേണമെന്നില്ല, പഞ്ചസാര മാത്രമായാലും അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ അടുത്ത പരിപാടി ഇതാ രാവിലെ ഒന്ന് അടിച്ചു വാരി തന്നെ. പിന്നെ ഇതാ ഒന്ന് വൃത്തിക്കുക. അന്നേരം ഒരു ഇരുട്ട് സമയം പോലെയല്ലേ, അന്നേരം ഉള്ളിലങ്ങനെ പുറത്തുമെല്ലാം ഇരുട്ടല്ല അന്നേരം. അതുകൊണ്ട് ഞാനില്ലേ ഒന്ന് ലൈറ്റെല്ലാം ഇട്ടിട്ട് കുറച്ച് വെളിച്ചെന്ന് കാണുമ്പോഴേ പിന്നെ നല്ല വൃത്തിക്കൊന്ന് അടിച്ചു വാരും കേട്ടോ. അടിയിടെല്ലാം അങ്ങനെ പൊടിയും അങ്ങനെയെല്ലാം ഉണ്ടെങ്കിലൊന്ന് പോയിക്കൊട്ടി വെച്ചിട്ട് പിന്നെ അപ്പോൾ ഞാൻ ഈ എടുക്കുന്നതെല്ലാം ഇങ്ങനെ ഇതന്നെ ശരി തന്നെ എനിക്കറിയില്ലേ. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കൂടി എന്നെ അറിയിച്ചാൽ ഞാൻ നേരെയാക്കോട്ടെ. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പുലർച്ചെ തൊട്ടിട്ട് ഉച്ചവരെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്, വൈകുന്നേരം വരെ എടുക്കാമെന്നാണെന്നുണ്ടായിന്. പിന്നെ എനിക്ക് തോന്നി എൻ്റെ ഒരു പണിയാകുമ്പോൾ വീഡിയോയുടെ ലെങ്ത് ഇങ്ങനെ കുറേ ഉണ്ടാവും വിചാരിച്ചിട്ടാണ്, നീളം വിചാരിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ ചാർജെല്ലാം തീർന്നിട്ടുണ്ടായിന്. അപ്പോൾ കുത്തിവെച്ച സമയം കൊണ്ട് ഞാൻ ചാർജ് കയറുമ്പോഴത്തേക്കുമില്ലേ മീൻ അയില കൊണ്ടുവന്നതിന് അത് മുറിച്ചിട്ട് കറിയാക്കി മക്കൾക്ക് 1 മണിയാകുമ്പോൾ ചോറെല്ലാം കൊടുത്ത് വിടണം. അവർക്ക് 1:30 പരീക്ഷ. കാമ്പുപ്പേരിയൊക്കെ കേട്ടോ. പിന്നെ 2-3 അയില കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും കൂടി എടുത്താൽ ഒന്നും കൂടി ഭയങ്കര വീഡിയോൻ്റെ ഇത് കൂടൂലേ. അതുകൊണ്ട് എനിക്ക് ശരിക്കറിയില്ല എങ്ങനെയല്ല എന്നെ എടുക്കണ്ടേന്ന് കേട്ടോ. അപ്പോൾ എന്നെക്കൊണ്ടാവുന്ന പോലെയല്ല ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപ്പേരിയായി. അരിയും ചുവന്ന മുളകെല്ലാം വറുത്ത് വെളുത്തുള്ളിയെല്ലാം വറുത്തിട്ടിട്ടാണ് ഞാനിങ്ങനെ കാമ്പാക്കൽ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ മീനും എല്ലാം മറിച്ചിട്ടിട്ട് ഇനി മക്കൾക്ക് ഇന്നലത്തെ തോരക്കറിയുണ്ട്, അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ആയിട്ട് ഇനി അവർക്ക് ചോറും കൊടുത്തിട്ട് അവർ സ്കൂൾ വിട്ടതിന് ശേഷം ഞാൻ വിനോദേട്ടനും കഴിക്കും. വിനോദേട്ടൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇടപെടി വന്ന് വർക്കിന് പോകേണ്ടത്, അതുകൊണ്ട് ഇന്ന് രാവിലെ പോയിട്ട് എടുത്ത് തന്നെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതാണ് കേട്ടോ അവിടെ ഒന്ന് പറയുന്നത്. അത് ഞാൻ നിങ്ങളോട് നേരിട്ട് പറയുമ്പോഴേ മക്കളപ്പുറത്ത് എന്തോ ഒച്ചപ്പാടാക്കിയതല്ലേ ഇതിൽ കേട്ടിട്ടുണ്ടായിന്, അതാണ് ഞാൻ കട്ടാക്കിയിട്ട് ഇപ്പം ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ കുറേ ഇടലുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നാളെ നല്ല വിശേഷമായിട്ട് കാണേ. ഇത് കണ്ട അവർ 1 മണിയാകുമ്പോൾ കറക്റ്റ് 1 മണിയാകുമ്പോൾ പോയേ.
കാറിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടിതാണ് കേട്ടോ നമ്മൾ അങ്ങോട്ടേക്കുള്ള വഴി. അപ്പോൾ നാളെ നല്ല വിശേഷമായിട്ട് കാണാം. ഞാനിങ്ങനെ ഒരു ദിവസം ഫുള്ള് ഇല്ല വീഡിയോ ആയിട്ട് തന്നെ വരും. അപ്പോൾ നാളെ കാണാം. ബൈ.